നമ്മുടെ ഈ കെട്ടിടം ഓടിട്ട ഈ ഒരു കെട്ടിടം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുണ്ടായിരുന്നത്. ബാക്കി എല്ലാ കെട്ടിടങ്ങളും നല്ല ഭൗതിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം തന്നെയാണ്. ഈ ഒരു പഴയ ബിൽഡിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി നമുക്കൊരു പുതിയ കെട്ടിടം കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയ ഈ ഒരു കെട്ടിടം കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കും അതുപോലെ അധ്യാപകർക്കും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ ഈ ഒരു ചുറ്റുപാടുകളുടെ വിദ്യാലയത്തെ അപേക്ഷിച്ച് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൗതിക സൗകര്യങ്ങൾ കൂടുതൽ ആവശ്യമായി വന്നൊരു സാഹചര്യത്തിലായിരുന്നു നമ്മൾ ഈ കെട്ടിടം പണിയാൻ തീരുമാനിച്ചതും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായതും. അപ്പോൾ ഈ കെട്ടിട നിർമ്മാണത്തിന് നമ്മളെ ഏൽപ്പിച്ച നാലകത്തെ ടീം ആ ഒരു പറഞ്ഞ സമയത്ത് തന്നെ 4 മാസം കൊണ്ട് തന്നെ നമ്മുടെ കെട്ടിടത്തിൻ്റെ പണി നല്ല രീതിയിൽ പൂർത്തീകരിച്ചു തന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇനി അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ജോൺ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അധ്യക്ഷ പ്രസംഗം സോറി ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ജോൺ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, നമ്മുടെ PTA പ്രസിഡന്റ്, അതുപോലെ ആശംസകൾ അർപ്പിക്കാനെത്തിയിരിക്കുന്ന അനിൽകുമാർ സാർ, വിനോദ് സാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തിത്വങ്ങളെ, ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് ചേറൂർ GMUP സ്കൂളിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ്. ഈ കെട്ടിടം എന്നത് തീർച്ചയായും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ നിന്നും നമ്മുടെ സ്കൂളിന് ഒരു നല്ല സംഭാവന ഈ സ്കൂളിലേക്ക് ഏറ്റവും നല്ല ഉദാഹരണ സഹിതമായി എടുത്തു കാണിക്കാൻ പറ്റിയ രീതിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹസംഗമത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു സ്നേഹസമ്മാനമാണ് ഇന്ന് ഒരു നല്ലൊരു കെട്ടിടമായിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. തീർച്ചയായും ഇതിൻ്റെ പ്രചോദനത്തിൻ്റെ അടിവേരുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്കൂളാണ്. ഈ സ്കൂൾ ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് അടിസ്ഥാന സൗകര്യങ്ങളിൽ വളരെ പിറകോട്ടുണ്ടായിരുന്ന ഈ സ്കൂൾ ഇന്ന് ഇവിടെ നിന്നും പഠിച്ചുപോയ പല കുട്ടികളും സമൂഹത്തിൻ്റെ ഓരോ തലങ്ങളിലും നല്ല ജോലിയും വ്യക്തിത്വങ്ങളും ആയി മാറി. അവർ പഠിച്ച സ്കൂൾ, ആ സ്കൂളിൻ്റെ
ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും മാറി ഇനി വരുന്ന കുട്ടികൾ ഇന്നത്തെ മോഡേൺ നിലവാരത്തിൽ പഠിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവർ ഇത്തരം ഒരു കെട്ടിടം സ്കൂളിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ കെട്ടിടം അതിനോടനുബന്ധപ്പെട്ട് തന്നെ അടുത്തതായിട്ട് അവർ സ്കൂളിന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത് പഠനത്തോടൊപ്പം മറ്റ് കലാപരിപാടികളും പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓഡിറ്റോറിയം. ഇതും കൂടെ അവർ അടുത്തൊരു പ്രപ്പോസൽ നമുക്ക് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ പഠിക്കുന്നത് മുമ്പ് പഠിച്ചിറങ്ങിയ ആളുകൾക്കും തീർച്ചയായിട്ടും അത് നല്ലൊരു പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഒരു ജനബാഹുല്യം. അവിടെ പിന്നിൽ നിൽക്കുന്ന കുട്ടികളെ ഒക്കത്തിരി വെച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വളരെ സൗകര്യപ്രദമായിട്ട് മുന്നിൽ വന്നിരിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചിവിടെ ഈ ഒരു സുദിനം, ഈ ഒരു സമയത്ത് എത്തിച്ചേർന്ന എല്ലാവരും ഈ പരിപാടിയുടെ ആദ്യാവസാനം വരെ നിലകൊണ്ട് ഇതിനുവേണ്ടി സഹകരിക്കണം എന്നുകൂടി അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഉണർത്തുന്നു. തീർച്ചയായിട്ടും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മഹത് വ്യക്തിയെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, കുട്ടികളെ, ഈ ഒരു സ്കൂളിൻ്റെ ഒരു ബിൽഡിംഗ് ഉദ്ഘാടനത്തിന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ML സെബാസ്റ്റ്യൻ സാറിന്, നമ്മുടെ സ്കൂളിന് വേണ്ടി ഫണ്ടുകൾ തരുന്നതിനും MLA ഫണ്ട് 10 ലക്ഷം രൂപ നമ്മൾ PTA പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും മറ്റ് ടീച്ചർമാരും MLAയോട് ആവശ്യപ്പെട്ടപ്പോൾ MLA നമ്മുടെ സ്കൂളിന് വേണ്ടി ഫണ്ട് നീക്കിവെച്ച് തരികയും അത് പെട്ടെന്ന് തന്നെ ചില മന്ത്രിമാരായാലും മറ്റുള്ളവരൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ അത് ടൈം പറയും, അടുത്ത വർഷത്തെ ബഡ്ജറ്റിലാവട്ടെ പിന്നീട് നമുക്ക് തരാം എന്ന് പറയും. പക്ഷെ നമ്മൾ പറഞ്ഞ് അടുത്ത ബഡ്ജറ്റിൽ തന്നെ നമ്മൾക്ക് വേണ്ടി ഒരു ഫണ്ട് തയ്യാറാക്കാൻ നമ്മളെ MLA നമ്മൾ സഹായിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഈ ബിൽഡിങ് നമുക്ക് 6 മാസം കൊണ്ട് അടുത്ത അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാം വർക്കുകളും തീർത്ത് നമ്മൾക്ക് തന്ന നമ്മുടെ കോൺട്രാക്ടർക്കും, പിന്നീട് നമ്മൾക്ക് ബസ് ഈ സ്ഥാപനത്തിൽ കുട്ടികൾ കുറവായിരുന്നു. മറ്റുള്ള പ്രൈവറ്റ് സ്കൂളുകളിൽ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും ഇന്ന് കുട്ടികളെല്ലാം പ്രൈവറ്റ് സ്കൂളുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിൽ ബിൽഡിങ്ങുകൾ ഇല്ലാഞ്ഞതുകൊണ്ടും ഒരു കാരണമായിരുന്നു.
ഇപ്പോൾ നമ്മൾക്ക് കുട്ടികൾ വരാനുള്ള യാത്രാ ബുദ്ധിമുട്ടുകൾ, പ്രൈവറ്റ് സ്കൂളുകൾക്ക് ഒരുപാട് ബസ്സുകളുണ്ട്, നമ്മൾക്ക് ബസ്സുകളില്ല. അങ്ങനെ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾക്ക് പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊരു ബസ് വാങ്ങി തന്നിരിക്കുകയാണ്. അതും നമ്മുടെ ഈ സ്കൂളിൻ്റെ കുട്ടികൾ കൂടാനുള്ള ഒരു കാരണമായി. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ ഗവൺമെൻറ് സ്കൂളുകൾക്ക് ഫണ്ടുകൾ കൊടുത്തും ഗവൺമെൻറ് സ്കൂളുകളെ പരമാവധി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുവാൻ, ഈ കൊഴിഞ്ഞുപോക്ക് കുട്ടികൾ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ എല്ലാ സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും, പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റുള്ള വ്യക്തികളെല്ലാം തന്നെ നമ്മൾക്ക് വേറെ പല ബിൽഡിങ്ങുകൾ ലൈബ്രറിയുടെ കുറവുകളുണ്ട്. അന്നേരം ഇനി അടുത്ത നമ്മളുടെ ഒരു സംരംഭത്തിൽ നമുക്കൊരു ലൈബ്രറി ആവശ്യമാണ്. അതും നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ പണികളെല്ലാം തുടങ്ങണം. ഇപ്പോൾ നമുക്ക് ഇവിടെ വേദിയിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം എത്തിയിട്ടുണ്ട്. ഈ ഒരു ഉദ്ഘാടന സമയത്ത് ഈ പൂർവ്വ വിദ്യാർത്ഥികളും ഈ കുട്ടികളെയും അവർ പഠിച്ചിരിക്കുന്ന കലാലയത്തെയും ഒന്നുകൂടി കാണുവാനും അവർക്ക് എല്ലാം ഒന്ന് ബന്ധപ്പെടുവാനും സഹകരിക്കുവാനൊക്കെ ഉള്ളൊരു അവസരം ഈ ഒരു മുഹൂർത്തത്തിൽ ഉണ്ടാകുന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഉദ്ഘാടകനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഫൈസൽ സാർ, മറ്റ് സഹപഠിതാക്കളെ, ഇന്നത്തെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. നല്ല എഫക്റ്റീവായി എനിക്ക് എൻ്റെ ഒരു പേടി മാറാനും എല്ലാം ഒരുപാട് സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത് നല്ലൊരു ക്ലാസ്സായിരുന്നു. അധ്യക്ഷ പ്രസംഗം എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, അതിൻ്റെ അവതരണ രീതി എങ്ങനെയാണ് സാർ പറഞ്ഞു തന്നു. വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഉഷാറായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു ക്ലാസ്സായി. തുടർന്നും എനിക്ക് ഇതുപോലെയുള്ള ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്നോടൊപ്പം പങ്കെടുത്ത നജ്മ മാഡം, ഞങ്ങൾ ഏകദേശം അടുത്തുള്ളതാണ്. നജ്മ മാഡം നല്ല പാട്ട് പാടി, അതുപോലെ നല്ല പ്രസംഗമാണ്. മാഡത്തിൻ്റെ പ്രസംഗം വളരെ എഫക്റ്റീവാണ്. സാറ് പറഞ്ഞ പോലെ നല്ല വ്യക്തതയുള്ള ഇതായിരുന്നു. അനീഷ് സാർ എനിക്ക് ആദ്യം തന്നെ അറിയാം, കുറച്ച് നല്ല ഇതായിരുന്നു. സാറ് നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞ് ക്ലാസ് എടുത്തത്. പിന്നെ ജോൺസൺ സാറ് ശരിക്കും പ്രസംഗിക്കാൻ ഞങ്ങളുടെ ക്ലാസ്സിൽ വരണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും കോൺഫിഡൻസ് ആണ് സാറ് പിന്നെ അവർ ശരിയാക്കാന്നുള്ള ഉദ്ദേശം ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞു. സാറ് ഒരു കാർഡ് കയറി പോവുകയാണ് പ്രസംഗത്തിൽ, അതൊന്ന് ശരിയാക്കി എടുക്കാമെന്നാണ് സാറ് പറഞ്ഞു. പിന്നെ വാരി സാറ് ഉഷാറായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. സാറ് ഇനി ഡെവലപ്പായി വരണം എന്നാണ് സാറിൻ്റെ ആഗ്രഹം. സാറ് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു സാറിനെ പിന്നെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. സാറിന് ഇങ്ങനത്തെ ഒരു ക്ലാസ്, തുടക്കക്കാർക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു ക്ലാസ്, കാരണം മറ്റുള്ളവരൊക്കെ കൂടുതൽ അറിഞ്ഞ ആൾക്കാർ കൂടുതൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടാത്ത ഒരു അവസരം. ഇതെല്ലാവരും തുടക്കക്കാരാകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചൊരു സാറിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്നും സംഘടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഞങ്ങളൊക്കെ വരുന്നത്. ഇത്രയും നേരം ശ്രമിച്ച എല്ലാവർക്കും നന്ദി. മുഖ്യ പ്രഭാഷകൻ ഫൈസൽ സാർ, അതുപോലെ തന്നെ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി നമുക്കറിയാം ഒരു മഹത്തായിട്ടുള്ളൊരു പരിപാടിയാണ്. നമുക്ക് ഇതുവരെ നമ്മുടെ ഈ സ്കൂളിൽ നമുക്കിവിടെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആവശ്യം മുൻനിർത്തി നമുക്ക് MLA ഫണ്ട് ഇവിടെ വിനിയോഗിച്ച ബഹുമാനപ്പെട്ട MLA PT റഹീമിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മറ്റ് അടുത്തുള്ള സ്കൂളുകളെ അപേക്ഷിച്ച് നമ്മുടെ സ്കൂളുകളിൽ പല
സ്മാർട്ട് ക്ലാസ്സുകൾ അതുപോലെ തന്നെ മറ്റു ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് പുതിയ സ്മാർട്ട് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓഡിറ്റോറിയം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് PTA ഫണ്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച്, അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ ഈ സ്കൂളിൽ ഈ ഒരു ഇത് നമുക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു മഹത്തായ വേളയിൽ ഈ ഒരു ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നജ്മ ടീച്ചറെ, നജ്മ മാഡത്തെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു.